ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ സെമ്മൈ പൂങ്കാന്ന് അവിടെ എത്താറായി. അതാണ് നിങ്ങൾ തമിഴ് ചെയ്തിരിക്കുന്ന അവിടെ സെമ്മൈ പൂങ്ക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിൽ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം പാട്ടി. ഹലോ ഗൈസ്, താക്കാണ് സെമ്മൈ പൂങ്കാൻ്റെ ആ ഒരു ഇത് ഫുൾ ക്രൗഡാണ് കേട്ടോ. ഞങ്ങൾ മെല്ലെ ഉള്ളിൽ കയറാണ് ഗൈസ്. അവിടെ തന്നെ അതിൻ്റെ മാപ്പൊക്കെ കാണാം ആ ഗാർഡൻ്റെ. ഗായ്സ് ഫുള്ളും കൂട്ടാണ്, അതായത് ഫുൾ ക്രൗഡാണ്. അപ്പോൾ എങ്ങനെ പോയി കാണുന്നൊന്നും അറിയൂല. എന്തായാലും മാക്സിമം നിങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതൊക്കെ. ഇവിടെ സ്കാൻ ചെയ്യാനാണ്. അതാണ് അങ്ങനെ ഗായ്സ് ഞാൻ സെമ്മൈ പൂങ്കാൻ്റെ കടന്നു ഗായ്സ്. അതിൻ്റെ ഇത് കാണിച്ചു തരാം അതിൻ്റെ ബോർഡുകളൊക്കെ. ഇവിടെ വയസ്സായവർക്കും അല്ലെങ്കിൽ കാലും വിയത്തൊക്കെ ചുറ്റിക്കാട്ടാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അത് ആ വണ്ടികളാണ് ഈ രണ്ടും, ഇവിടെയും ഇവിടെയും. ഇതൊക്കെ എന്തോ ബോർഡുകളാണ്. ഇത് കണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ പോവാൻ. എല്ലാം മരങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു പാർക്കാണ് കേട്ടോ. ഈ പാർക്ക് മാത്രമല്ല കേട്ടോ, ആ ഭാഗം പറഞ്ഞാൽ ഫുൾ പാർക്കുകളാണ്. അപ്പുറത്താക്കാണ് ഭാഗങ്ങളെല്ലാം. പിന്നെ ഇവിടെ സ്റ്റാച്ചുവും കൂടി ഉണ്ട് കേട്ടോ. അടുത്തേക്കാണ് ഇവിടെ സ്റ്റാച്ചുവും കൂടി ഉണ്ട് കേട്ടോ. രണ്ടാൾക്കാർ പിന്നെ ഒരു ബുള്ളും നമ്മളുടെ സ്റ്റാച്ചു. ഗായ്സ് ഇവിടെയൊക്കെ ഫുൾ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന വേറെ സ്ഥലങ്ങളാണ്. അപ്പുറത്താണ് ഫ്ലവേഴ്സുകൾ. അതുകൊണ്ട് ഇവിടെ ഫുൾ പാർക്കാണ്, കുട്ടികൾ കളിക്കുന്ന പാർക്ക് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫുൾ വേറെ എന്തൊക്കെയാണ് ലൈബ്രറീൻ്റെ, പിന്നെ മറ്റേ ലാബ്രിന്ത് ഗാർഡൻ്റെ, അങ്ങനെ ഓരോ ഗാർഡൻ്റെ പേരുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, റോസ് ഗാർഡൻ, അങ്ങനെ അവിടെ ഓരോ ഗാർഡൻ്റെ പേരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ ഫുൾ പിള്ളേരെ കളിക്കുന്ന ഏരിയ. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് കണ്ടിട്ട് അപ്പുറത്ത് പോകും. ഗാർഡൻ ഏരിയക്ക് പോവാണ്. ഗാർഡൻ ഏരിയ മീൻസ് ഗാർഡനുള്ള സ്ഥലത്ത്. അപ്പോൾ ഇവിടെ പ്ലേ ഏരിയ. ഇപ്പോൾ നമ്മൾ ഗ്രീൻ പ്ലേ ഏരിയ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ അവിടെയൊക്കെ നമ്മൾ പോയി. ഡ്രിങ്കിങ് വാട്ടർ എന്തായിരുന്നു ഐൻഡിണൈ ഗാർഡൻ, അതാണ് ഇവിടെ. നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എവിടെയാണ് ഞങ്ങൾക്കറിയില്ല കേട്ടോ. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് എന്തിനാണ് പോകണമെന്നൊന്നും അറിയില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയിലാണ് നമ്മളിപ്പോൾ. നല്ല സമാധാനമുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, കാരണം 10 വഴിയുണ്ട്. ഏത് വഴി കൂടെ പോയാലും ഒരേ സ്ഥലത്തേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ അതൊക്കെ വഴി കൂടെ പോവുകയാണ്. ഒരു 3 മാൻ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. ഇവിടെ ഓരോൻ്റെയും പേരൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഏതോ ഇതിൻ്റെ പേരുണ്ട്, അതറിയില്ല. അപ്പുറത്ത് നോക്കിയാൽ ഓരോന്നൊക്കെ കാണാൻ പറ്റും. ഇതാണ് നല്ല അടിപൊളിട്ട് കാണാൻ വേണ്ടി. അടിപൊളിട്ട് കാണാൻ വേണ്ടി. ഇതെന്തോ ഒരു നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ മാനൊക്കെ ഉണ്ട് കേട്ടോ. 1, 2, പിന്നെ ഇവിടെ 3, അങ്ങനെ മാനുകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തോണ്ട് ഇവിടെ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതിനുള്ളൊരു വലിയ മീൻ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരു വലിയ മീൻ കാണാൻ പറ്റില്ലേ? ഇതാ അവിടെ കാണാൻ പറ്റില്ല. ഇതാ 2 മീൻ ഇതാ അവിടെ കാണുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, 2 എണ്ണം. പിന്നെ എന്താ അതുവരെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ ആ സൈഡിൽ എന്നിട്ടുണ്ട് എന്ത്, അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു 2 മീനുണ്ട്. കണ്ടില്ലേ, ഏതോ അടിപൊളിയിട്ടുണ്ട്. അവിടെ നിന്ന് ബബിൾസ് തന്നെ കാണാറുണ്ട്, എയർ ബബിൾസ് കണ്ടില്ലേ? അത് ഫിൽറ്റർ കണ്ടില്ലേ ഗൈസ്? ഇത് അടുത്ത് വെള്ളത്തിൻ്റെ ഇത് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ അത് കണ്ടില്ലേ? അടിപൊളി. അതിൻ്റെ അപ്പുറത്തുള്ളത് കൂടി ഉണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അതിൻ്റെ അടുത്ത് വന്നതിന് ഗൈസ്. എന്താ 3 ടൈപ്പ് ഉണ്ട്. അതായത് 3 ടൈപ്പ് 2 ഒന്നുണ്ട്, പിന്നെ 3ാമത്തതുണ്ട് വെറൈറ്റി ടൈപ്പ്. ഇതൊക്കെ കണ്ടില്ലേ? ഇല്ല ഇതെവിടെ കണ്ടില്ലേ? ഇതും പിന്നെ അപ്പുറത്ത് കാണാം, അതും സെയിം ടൈപ്പ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഒരു വെറൈറ്റി ടൈപ്പ് ഉണ്ട്. കൊള്ളാം, അടിപൊളി. 3 ഇതൊരു വേറൊരു ഗോൾഡൻ ഫിഷ് കൂടി ഉണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? അറിയില്ല. ഗോൾഡൻ ഫിഷ് ആണ്.
ഗോൾഡ് ഫിഷ് തന്നെയാണ്. ഈ 3 വാട്ടറും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തൊരു 3 മീൻ പോകണമെന്നില്ലേ അടുത്ത്. ഓ ഓക്കെ 3 കണ്ടില്ല. ഞാനിപ്പോൾ മേലെ കയറിക്കൊണ്ടിരിക്കുക ഗൈസ്. അവിടെ നിന്ന് ഞങ്ങൾ നോക്കാൻ പോകും. ഇല്ലേ ഗൈസ്, ഇവിടെ ഞങ്ങൾ മേലെ കയറി തന്നെ കയറി ഗൈസ്. ഇവിടെ നിന്ന് നോക്കട്ടെ ഗൈസ്. ഓ കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളിതാ ഇവിടെ കയറി. ഇപ്പം കണ്ടില്ലേ, അവിടെ കാണിച്ചാൽ തന്നെ ഇതാ വീഡിയോ കണ്ടില്ലേ, ആരും മറ്റേ വാട്ടറിൻ്റെ അത്. ഇതാ അവിടെ ഒരു അടിപൊളി സൺസെറ്റ് കാണാം. കണ്ടില്ലേ, കണ്ടില്ലേ അടിപൊളി സൺസെറ്റ്. ഓ അടിപൊളി. യെസ് കണ്ടില്ലേ, കുളത്തിനുള്ളിൽ ഇതാ കണ്ടില്ലേ ഗൈസ്. ഇവിടെ ചെറിയ തരത്തിലുള്ള മീനുകളും ഉണ്ട്, പിന്നെ ചെറിയ തരത്തിലുള്ള ടാറ്റ്പോളുകളും ഉണ്ട്. കാട്ടിത്തരാം കേട്ടോ. ഇവിടെ ടാറ്റ്പോളുകൾ വന്ന ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. നിറയെ ടാറ്റ്പോളുകൾ നിറയുണ്ട്. അതായത് ഈ തവളക്കുട്ടികൾ ടാറ്റ്പോളുകളുണ്ട്, പിന്നെ ചെറിയ മീനുകളും ഉണ്ട് കേട്ടോ അവിടെ. ഓട് വണ്ട കാണാൻ പറ്റിയ ബട്ടർഫ്ലൈ തന്നെ രസമുണ്ട് കാണാൻ. വേറൊരു ബട്ടർഫ്ലൈ ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ പിന്നെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് കവർ ചെയ്യേണ്ട ജസ്റ്റാണ് കുറച്ചായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇപ്പുറത്തും കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇവർ രാത്രി ആയാലേ തിളങ്ങും തോന്നുന്നു, അതുകൊണ്ടാണ്. അതിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാ അവിടെ കുറേ അടിപൊളി. പിന്നെ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ എടുക്കാം കേട്ടോ. ഇത് കണ്ട ബലൂൺ ലൈറ്റ്സ്. ഇവിടെ കുറേ വെറൈറ്റി പരിപാടികളുണ്ട്. ഇവിടെ സൈഡുകളിലൊക്കെ ഇമാരുടെ തലതരത്തിലുള്ള ഇതും കൂടെ കാണാൻ പറ്റും കേട്ടോ. അധിക സ്ഥലങ്ങൾ ബട്ടർഫ്ലൈസും ഉണ്ട്. പിന്നെ ഈ വഴിയിൽ എന്താ പല ഈ വ്യത്യസ്ത തരത്തിലുള്ള ലൈറ്റും കാണാൻ പറ്റും കേട്ടോ. കാണിച്ചു കേട്ടോ ഈ ലൈറ്റ്, ഈ ലൈറ്റ്, ഇതാ അവിടെ ഒരു ബട്ടർഫ്ലൈ, ഈ വഴി ലൈറ്റ്. ഇതാ അവിടെ ഒരു ബലൂണുണ്ട്, പക്ഷെ അവിടെ ലൈറ്റ് അങ്ങനെ ഓൺ ആക്കിയിട്ടില്ല. അപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട്, പക്ഷേ അവിടെയും ലൈറ്റ് ഓൺ ആയിട്ടില്ല. അതൊക്കെയാണ്. അധിക സ്ഥലങ്ങളിലും ലൈറ്റുകൾ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇട്ടില്ലാത്തുള്ളൂ. പിന്നെ പിന്നെ ആ ഒരു പലതരത്തിലുണ്ട്. ഫ്ലവർ ഗാർഡൻ, എക്കോ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് പലതരത്തിൽ സ്ഥലങ്ങൾ പോകാനുള്ളതുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകാൻ പറ്റിയ എടുക്കാം. അവിടെ നിന്ന് വന്നത് ഇവിടെ ഫുൾ റോസ് ഗാർഡനാണ് കേട്ടോ. ഈ ഭാഗം ഫുൾ, പിന്നെ ഈ ഭാഗമൊക്കെ ഫുള്ള് ഇതാ റോസിൻ്റെ ഇതാണ്. ഇതാ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടിട്ട് ഈ വയത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ റോസുണ്ട്. ഇത് അപ്പുറത്ത് ആ ഭാഗമൊക്കെ റോസിൻ്റെ ഉണ്ട്. ഇതാ ഇവിടെയും റോസൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഫുൾ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാ കാണുന്ന സ്ഥലത്തൊക്കെ ലൈറ്റൊക്കെ നല്ലോണം ഓൺ ആയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തിട്ട് കാണിച്ചിട്ട് ശരി മിസ്റ്റേക്കായി പോയി എടുത്ത് കാണിച്ചു തരാം. അവിടെ ദൂരത്ത് വെറൈറ്റി ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. അത് അവിടെ പോയി നോക്കാം. അവിടെ തന്നെ നടന്നു ഇതാക്കാണ് നടന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ അടുത്തെന്തോ വെറൈറ്റി ആയിട്ടൊരു ഗാർഡൻ കേട്ടോ. പക്ഷേ ഇവിടെ കയറാൻ പറ്റില്ല, റോപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അവിടെ ഞാൻ നടന്നു പോയിട്ട് കടത്തരാം. ഇതാ അത് എന്ന് വെച്ചാൽ മാനുകളെ പോലെ കൊമ്പിൽ ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുക. മാനുകൾ വെച്ചുള്ള ലൈറ്റ് വളരെ അടിപൊളിയായിട്ടുണ്ട്. അതായത് നല്ല വെറൈറ്റി ആയിട്ടുമുണ്ട് ഈ മാൻ ലൈറ്റ്. പിന്നെ ഇതാ ഇത് അപ്പുറത്ത് സ്ട്രീറ്റിലുണ്ട്. പിന്നെ ഇത് അപ്പുറത്ത് കണ്ടില്ല ഒറ്റ കേട്ട് നടുക്കൊരു ബട്ടർഫ്ലൈ കാണില്ല. അതും അടിപൊളിയായിട്ടുണ്ട്.
അടുത്തത്തറേ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. ഇതൊരു ഊഞ്ഞാല, അതാണ് ചെറിയൊരു ഊഞ്ഞാലാണ് കേട്ടോ. പക്ഷെ ഇവിടെ കയറാൻ പറ്റില്ല, പറഞ്ഞിട്ട് റോപ്പ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ചെറിയൊരു കുട്ടി കയറി ഗൈസ്. അത് കാണാൻ അധികം സെക്യൂരിറ്റി ഗാർഡ് പോകാൻ പറഞ്ഞു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പുലികളുടെ മേലെ ചവിട്ടാൻ പാടില്ല. അതിവിടെ എഴുതിയിട്ടില്ല, സോറി എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ് തോന്നുന്നു, അറിയില്ല, അതായി തോന്നുന്നു. ഇനി ഇതിൽ അടുത്ത വെച്ച് നോക്കാം. എന്താ അവിടെ എന്തൊക്കെ ഒരു പ്ലാൻസ് വെച്ചിട്ട് എന്തോ ആണ് കേട്ടോ. അവിടെ പ്ലാൻസ് എന്താ ഉള്ളിൽ വളർത്തിക്കാം. ഇവിടെയൊക്കെ ഇപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല, 2 കൊക്ക്, ഒരു കൊക്ക് ഒരു വേറൊരു കൊക്കിൻ്റെ വായിലെന്ത് ഇട്ട് കൊടുക്കാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സ്റ്റാച്ചുവാ. അപ്പുറത്തൊക്കെ എന്തൊക്കെയുണ്ട്. എന്താ ആരോഗ്യവനാന്നാണ് പറയണത്. എനിക്ക് ഇതിനോട് കയറി നോക്കട്ടോ. ഇതാ കണ്ടിട്ട് ഇതാ ഒരു ബെഞ്ച് കിട്ടോ കേസ്, നല്ല അടിപൊളി കളർഫുൾ ബെഞ്ച് കിട്ടോ. അതൊന്ന് ഇതാ ഇപ്പുറത്തുനിന്ന് ലൈറ്റായിട്ട് കളർഫുൾ ആയിട്ടുള്ളൊരു ബെഞ്ച് കിട്ടോ. ഇതാ അവിടെ ഇരുന്ന് കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? അടിപൊളി ബെഞ്ച് കേട്ടോ, ഞാനിരിക്കണ്ടേ. അടിപൊളി ബെഞ്ച്. ഇതവിടെ ചെറിയ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അതായത് നടക്കൽ തുടരുകയാണ്. ഇവിടെ ഈ ലൈറ്റ്സ് ഒക്കെ തന്നെ ഓണാക്കണം. ചില ലൈറ്റ്സ് ഓണാക്കില്ല. ആരോഗ്യവനം, അതായത് മരുന്നുകളൊക്കെ ഉള്ള ചെടികളാണെന്നാണ് പറയുന്നത്. അവിടെ കണ്ടില്ലേ, ഒക്കെ ആരോഗ്യവനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഈ വഴിയിലേക്കാണ് വരിക. ഇതാ അവിടെ എന്തോ കാറ്റാടി പോലെ എന്തോ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു അത് ലൈറ്റ് തന്നെ ആയിരിക്കും തോന്നുന്നു, അറിയില്ല, അടുത്ത വഴി അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റാണ്, കുറച്ച് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും അതാ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വഴിയുടെ ചുറ്റി ഇതാ ഈ വഴി തന്നെ ആ പഠിക്കുന്ന സ്ഥലം, അത് അവിടെ തന്നെ ഞങ്ങൾ വീണ്ടും എത്തിക്കുന്നത്. ഈ കേസ് ഒരു കാണിക്കാൻ മറന്നു. ഇതാ ഇവിടെ എന്തോ കവണ പോലെ വീണ്ടും എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്ലിംഗ് ഷോട്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. കവണ പോലെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഗായ്സ് കണ്ടില്ലേ ഗായ്സ്, ലൈറ്റ് കിട്ടാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 6:11 ആയിട്ടോ. ഇപ്പോൾ ലൈറ്റ് കിട്ടാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ലൈറ്റ് കിട്ടും. ഇത് ലൈറ്റ് തന്നെയാണ് കേട്ടോ, കാറ്റിടുന്നത് ലൈറ്റ് തന്നെയാണ്. ഇത് നമ്മൾ വേറെ ഫസ്റ്റ് കണ്ടപ്പോൾ പാർക്കാണ് കേട്ടോ. കണ്ടില്ല, ഇതൊക്കെ ഞങ്ങൾ വന്ന വഴി തന്നെയാണ്. ഇപ്പോൾ ലൈറ്റ് കിട്ടപ്പോൾ നന്നായി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് ലൈറ്റ് ഇട്ടോടുകൂടി. ഇതെല്ലാം ഞങ്ങൾ വന്ന വഴിയാണ് കേട്ടോ ഗൈസ്. പക്ഷെ അപ്പോൾ നിങ്ങൾ കാണുന്ന ലൈറ്റ് ഇതാ സമയത്താണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ലൈറ്റ് ഇട്ട സമയങ്ങളാണ് കാണുന്നത്. അടിപൊളി. വന്നിരുന്നത് ആ ഒരു ഗാർഡൻ കണ്ടില്ലേ, ആ റോസ് ഗാർഡൻ, ആ വഴി വന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഈ വഴിയിലൂടെയാണ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല തിളക്കമായിട്ടുണ്ട്. ബെറ്റർ പ്ലേസിൻ്റെ ഇവിടെ കാണാം. ബട്ടർഫ്ലൈ ലൈറ്റൊക്കെ ഓണാക്കി ഇതാ ഈ വഴി, ആ വഴി. എൻ്റെ അമ്മോ എന്താ അടിപൊളി. ഇതാ ഇപ്പുറത്തുള്ള ബട്ടർഫ്ലൈൻ്റെ ലൈറ്റ്സ് ഓണാക്കി. ഇതാ അപ്പുറത്തുള്ള ആ ബട്ടർഫ്ലൈൻ്റെ ലൈറ്റ്സ് ഓണാക്കി. ഇതാ ഇപ്പം കാണിച്ചേ, കണ്ടില്ലേ? അടിപൊളി. ഇതാ എല്ലായിടത്തും ലൈറ്റ്സ് ഓണാക്കി കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിലൊക്കെ ലൈറ്റ് ഇട്ട് തിളക്കമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കുന്നത് കാണാൻ പറ്റും. എല്ലാ ഇടങ്ങളിലും ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പഴുണ്ട് ലൈറ്റൊക്കെ ഇട്ട് എന്താ ഇപ്പം ഇവിടുത്തെ ബലൂണിൻ്റെ ലൈറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. തേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഗൈസ്. ഞങ്ങളിത് ഇപ്പോഴാണ് കാണുന്നത്. ഫുള്ള് മറ്റേ കുട്ടികൾ കളിക്കാനുള്ള ജയിൻറ്റ് വീലൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടിത്തരാം. ഇതാ കണ്ടില്ലേ ഗൈസ്, അവിടെ കുട്ടികൾ കളിക്കാനുള്ള ജയിൻറ്റ് വീല്,
അപ്പുറത്തെ മറ്റേ ചുറ്റുന്ന സാധനം, പിന്നെ മറ്റേ ഡ്രാഗൻ്റെ പോലത്തത് കണ്ടില്ലേ. ഈ ലൈറ്റ് കണ്ടത് ഡ്രം ലൈറ്റ് ഉണ്ട് കാണിച്ചത്, അത് കണ്ടില്ലേ ഡ്രം ലൈറ്റ്, അടിപൊളി. ഗായ്സ് കണ്ടില്ലേ, ഇപ്പം രാത്രി ഫുൾ അടിപൊളി ലൈറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. 6:43 ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ലൈറ്റ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ക്യാക്ടസ്, അതായത് മറ്റേ ഇതാ ഇപ്പോൾ കണ്ട് ഇവിടെ മൊത്തം ക്യാക്ടസ്, അതായത് മറ്റേ മരുഭൂമി കാണുന്ന പോലെ ക്യാക്ടസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി ക്യാക്ടസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓ എന്താ മേലെ എന്തൊക്കെയോ കുത്തിവെച്ച പോലെ ഉണ്ട്, അതറിയില്ല. എന്നാലും വാവ്, അതാ അടിപൊളിയുണ്ട്. എല്ലാ ഇടങ്ങളിലും ലൈറ്റുകളൊക്കെ വെച്ച് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളി കേട്ടോ, ഓ അടിപൊളി, ഓ അടിപൊളി. ഗായ്സ് നമ്മളിപ്പോൾ ഇരുട്ടായി, എന്നാലും നമുക്ക് പറ്റുന്ന എത്ര നമ്മൾ കവർ ചെയ്യും. കാരണം നമ്മൾ വന്നത് വൈകിട്ടാണ്, പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ സമയം നിന്നു. പിന്നെ ഇതുവരെ കണ്ടതിൽ ഇത് നല്ല രസമുണ്ട്. ടിക്കറ്റ് ചാർജ് എത്രയാണെന്നും കൂടെ ലാസ്റ്റ് പറയട്ടെ. ഞങ്ങൾ നല്ല രസമുണ്ട്. രാത്രി ആയാലും ഓക്കെയാണ്, ലൈറ്റൊക്കെ ഉള്ള നല്ല ആംബിയൻസ് ആണ്. രാവിലെയും നല്ല ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ വരണം, രാത്രി ആകുമ്പോഴും കുഴപ്പമില്ല. രാവിലെ കളിച്ചാൽ അവിടെ മാത്രമേ കേട്ടോ. ഇവിടെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ, മറ്റേ സ്പ്രിംഗ്ലർസ് അപ്പഴത്തെ കണ്ട പോലെ തന്നെ, പക്ഷേ അവിടെ ഗാർഡൻ സ്ഥലത്ത്, ഇവിടെ വേറെ സ്ഥലത്ത്. അത് ഒരു സ്പ്രിംഗ്ലർ ഇതുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും സെയിം, പിന്നെ ഇതുകൊണ്ട് ഇതാ അവിടെയും സെയിം. പിന്നെ അടുത്ത ഇടയിലത്തെ സ്പ്രിംഗ്ലർ മാത്രം കുറച്ച് വ്യത്യാസം. അടിപൊളി. ചുറ്റി നടന്നുകൊണ്ടിരിക്കുക കേസ്. അടിപൊളി. ഗായ്സ് അപ്പോൾ ഇവിടെ നല്ല ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമ്മളിനി ഇതൊക്കെ ഏകദേശം കണ്ട് കഴിയാറായി. ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ് തോന്നുന്നു. ഇനി എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇറങ്ങുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അപ്പോഴേ രാവിലെ മേൽക്കര എടുത്തുന്നപ്പോഴാണ് ലൈറ്റ് ഉണ്ടായത്, അപ്പോൾ ലൈറ്റ് ഉള്ളപ്പോൾ എടുക്കുന്ന കേട്ടോ. അടിപൊളി കേട്ടോ. കണ്ടില്ലേ, അപ്പുറത്തെ 3 മാന, ഇതൊന്ന്, അപ്പുറത്തെ 2, ഇത് അപ്പുറത്തതാ 3 മാന രാത്രി കാണാൻ നന്നിട്ടാണ്. അടിപൊളിയായിട്ടില്ലേ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് മടങ്ങിയേക്കാം ഗൈസ്. എന്തൊക്കെ ഹിസ്റ്ററീസ് ഒക്കെ പറയാണ്, പക്ഷേ ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. പിന്നെ ഇവിടെ കുറേ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് വരുന്നതായിരിക്കും നല്ലത്. നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ട്, നല്ല തിരക്കുമുണ്ട്. കറക്റ്റ് 7 മണിക്ക് നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് ഗൈസ്, നമ്മളിത് ലാസ്റ്റായിട്ട് സെമ്മഴി പോകാൻ നൈറ്റ് ടൈം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വ്ളോഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ചിലപ്പോൾ അടുത്തത് കാണുന്നത് ന്യൂ ഇയർ വീഡിയോ ഒക്കെ ആയിരിക്കും. ന്യൂ ഇയർക്ക് നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.